ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കോൺഗ്രസ് നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഈ മാസം 14-നാണ് രാഹുൽ നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ആരംഭിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിയും ജാർഖണ്ഡ് മുക്തി മോർച്ചയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രംഗത്തുവന്നു. കൂടാതെ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ. ഇന്നലെയും കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്ത് വളരെ സജീവമായി തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ മുന്നണികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലായിടത്തും പല കാര്യങ്ങളിലും അമ്പെ പാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പല രാഷ്ട്രീയ നാടകങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾ തുനിയുന്നത്. ഭാരത് ജോഡോ യാത്ര എത്രത്തോളം കഠിനമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയ പലയിടങ്ങളിലും ദയനീയമായ തോൽവിയും കോൺഗ്രസിന് നേരിടേണ്ടി വന്നു. അതേ നിലപാടും രാഷ്ട്രീയ നാടകവും തന്നെയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും തുടരുന്നത്. എന്തായാലും ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, കേന്ദ്ര ഏജൻസികൾ രണ്ട് വിഷയങ്ങളിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒന്ന്, ജാർഖണ്ഡിൽ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ജാർഖണ്ഡിൽ അധികാരത്തിലിരിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയും മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഇവരെല്ലാം കൃത്യമായി പ്രതിപട്ടികയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായ തെളിവുകളുള്ള ഖനി അഴിമതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസവും ഡൽഹിയിലും അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലും റെയ്ഡ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഹേമന്ത് സോറന്റെ മാധ്യമ ഉപദേഷ്ടാവിന്റെ വസതിയിൽ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. അത് കൂടുതൽ കുരുക്കിലേക്ക് ഹേമന്ത് സോറനെ കൊണ്ടെത്തിക്കുകയാണ്, JMM-നെ കൊണ്ടെത്തിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജാർഖണ്ഡ് മുക്തി മോർച്ച ഇപ്പോൾ രംഗത്തെത്തുന്നു. ED-യെ ഉപയോഗിച്ചുകൊണ്ട് ജാർഖണ്ഡിലെ JMM കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഉയർത്താൻ ജാർഖണ്ഡ് മുക്തി മോർച്ചയും INDA മുന്നണിയിലെ ചില രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കുന്നത്. ഒപ്പം ഡൽഹിയിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനും കുരുക്ക് മുറുകുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് 3-ാം തവണ കഴിഞ്ഞ ദിവസം ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാളിന് സമൻസ് അയച്ചിരുന്നു. പക്ഷേ 3-ാം തവണയും അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല. ചില ന്യായീകരണങ്ങൾ നടത്തി, അതായത് ധ്യാനത്തിന് പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള ന്യായീകരണമാണ് ഈ ചോദ്യം ചെയ്യൽ ദിവസം അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. ഒരു തവണ ധ്യാനം കൂടാനെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി, മറ്റൊരു തവണ ശാരീരിക അസ്വസ്ഥത പറഞ്ഞു, ഒരു തവണ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മധ്യപ്രദേശിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ 3 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഈ കേസിൽ ഡൽഹിയുടെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള AAP-യുടെ പല നേതാക്കളും ഇപ്പോഴും തീഹാർ ജയിലിലാണ്. വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ, ഈ എക്സൈസ് നയം പുതിയതായി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കെജ്രിവാളിനും ആം ആദ്മിക്കും എതിരെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ താൻ അറസ്റ്റിന് വഴങ്ങേണ്ടി വരുമോ എന്ന ഭയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും BJP-യും ആരോപിക്കുന്നത്. എന്തായാലും ഈ രണ്ട് മുഖ്യമന്ത്രിമാർ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയുമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി. ഗൗതം, അതോടൊപ്പം ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ രാഹുൽ നയിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കാനുള്ള യോഗവും ചേരുന്നുണ്ട്. എന്തായാലും ഇത്തരം യാത്രകളൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുൻകാല അനുഭവം. രോഹിണി, കഴിഞ്ഞ വർഷം ജനുവരി ഡിസംബർ മാസങ്ങളിലാണ് കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ രാഹുലിന്റെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തിയത്. കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിലേക്കായിരുന്നു ഭാരത് ജോഡോ യാത്ര. കഴിഞ്ഞ ജനുവരി 26-നാണ് ജോഡോ യാത്ര
കശ്മീരിലെ ശ്രീനഗറിൽ അവസാനിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ വടക്ക് കിഴക്കൻ മേഖലയായ മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നും മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലേക്കാണ് കോൺഗ്രസ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വരുന്ന 14-ാം തീയതി ഈ യാത്ര ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് ഇന്നിപ്പോൾ ഒരു നേതൃയോഗം ഡൽഹിയിൽ AICC വിളിച്ചു ചേർത്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികളെ കൂടാതെ സംസ്ഥാന അധ്യക്ഷന്മാർ, PCC അധ്യക്ഷന്മാരും ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവരെ ഈ യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഭാരത് ജോഡോ യാത്ര ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഫലം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, BJP വിജയിക്കുമെന്നും കോൺഗ്രസ് തകർന്നടിയുമെന്നും ഉറപ്പുള്ള ഒരു പ്രദേശത്തു കൂടിയും ഈ ഭാരത് ജോഡോ യാത്ര അന്ന് പോയിരുന്നില്ല. നമുക്കറിയാം, ഈ ജോഡോ യാത്ര നടക്കുമ്പോൾ തന്നെയാണ് ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും BJP 156 സീറ്റുകൾ നേടി, അതായത് 3-2 ഭൂരിപക്ഷം നേടി കോൺഗ്രസിനെ തറ പറ്റിച്ചുകൊണ്ട് അവിടെ തുടർച്ചയായി 6-ാം തവണയും അധികാരത്തിലെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്താണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം പിന്നീട് ജോഡോ യാത്രയുടെ ഇമ്പാക്റ്റ് ആണ് കർണാടകയിലെ വിജയം എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. പക്ഷേ പിന്നീട് നമ്മൾ അടുത്തിടെ കണ്ടു, ഭാരത് ജോഡോ യാത്ര കടന്നുപോയ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു, രാജസ്ഥാനിൽ അധികാരം നഷ്ടപ്പെട്ടു, മധ്യപ്രദേശിൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന രീതിയിലുള്ള പരാജയം മധ്യപ്രദേശിൽ സംഭവിക്കുന്നു. അങ്ങനെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് പരാജയമാണ് ഉണ്ടായത്. ഭാരത് ജോഡോ യാത്ര ഒരു വലിയ സംഭവമാണ് എന്ന് പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾ നാണം കെട്ടു പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്. അതിനാൽ ഭാരത് ജോഡോ യാത്ര ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഗുണമുണ്ടായതായി തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തായാലും ഇപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ഒരു യാത്ര കൂടി കോൺഗ്രസ് ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളായിരുന്നു. പക്ഷേ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കൂടി BJP കടന്നു ചെല്ലുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ പലതും ഇന്ന് BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഭരിക്കുന്നത്. അങ്ങനെ നോർത്ത് ഈസ്റ്റിലെ ക്രൈസ്തവ വോട്ടുകൾ പോലും BJPക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് ഈ ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ 14-ാം തീയതി ഇത്തരത്തിലൊരു യാത്ര ആരംഭിക്കുന്നതിന്റെ ലക്ഷ്യം. രോഹിണി. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.